ക്ഷേത്രമതിൽക്കകത്ത് തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള കൂവളത്തുമ്മൂട്ടിൽ ഭഗവതി അമ്മദേവത ആരാധനയുടെ ആദ്യ രൂപമാണ്. ശാസ്താവിന്റെയും ദുർഗയുടെയും ഭദ്രകാളിയുടെയും രക്ഷസിന്റെയും സങ്കല്പത്തിനുമേൽ ആരാധനയുണ്ട്. ഭഗവതി സങ്കേതത്തിന് മുന്നിൽ അവിടിവിടെയായി നടുക്കു കുഴിയുള്ള ചതുരക്കല്ലുകൾ കാണപ്പെടുന്നു. പണ്ടിവിടെയുണ്ടായിരുന്ന പ്രാചീന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാകാം ഇതെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രമതിലിന് പുറത്ത് വടക്കുവശത്തായി സർപ്പദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പരമ്പരാഗത നാഗാരാധന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്ര സങ്കേതമെന്ന് നിസ്സംശയം പറയാം. ഉണ്ണിഭൂതമെന്ന ഉപദേവ പ്രതിഷ്ഠ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിന്റെ വിശിഷ്ടമായ പ്രത്യേകതയാണ്. ശിവഭൂതഗണത്തിലെ കുട്ടിക്കുറുമ്പനായ ഉണ്ണിഭൂതത്തിന്റെ അത്ഭുത കഥകൾ പറയുവാൻ അതനുഭവിച്ചറിഞ്ഞ നാട്ടുകാർക്ക് 1000 നാവാണ്. ഓവുതാങ്ങിയായിട്ടാണ് ഉണ്ണിഭൂതം ഇരിക്കുന്നത്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഓവുതാങ്ങി ഇത്ര പ്രസിദ്ധമായിട്ടുള്ളൂ. കേരളത്തിൽ തന്നെ വേറെ അധികം അറിവില്ല. ക്ഷേത്രം നിർമ്മിച്ചത് ചേരമാൻ പെരുമാൾ ആയിരുന്നുവെങ്കിലും ക്ഷത്രിയനായ പെരുമാൾക്ക് ശ്രീകോവിലിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. വൈദിക ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ ശ്രീകോവിലിൽ ബാലനരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പെരുമാളെ പ്രീതിപ്പെടുത്തുവാനായി അദ്ദേഹത്തിന് തൊട്ടു ജപിക്കുവാനും ക്രിയകൾ നടത്തുന്നതിനുമായി മൂലബിംബത്തിൽ നിന്ന് ഒരു ദർഭ ഓവിലൂടെ പുറത്തേക്കിട്ടുകൊടുത്തിരുന്നു. ശിവയോഗിയായ പെരുമാൾ ഓവിന്റെ ചുവട്ടിലിരുന്ന് തികഞ്ഞ ഭക്തിയോടെ പ്രതിഷ്ഠാക്രിയകൾ ചെയ്തു. അബ്രാഹ്മണനായ പെരുമാളുടെ സ്പർശം ദർഭയിലൂടെ പോലും ആ ബിംബത്തിനുണ്ടാകുന്നത് ക്രിയാലോപമാകുമെന്ന് ധരിച്ച ആരോ ഒരാൾ ബിംബവും ദർഭയും തമ്മിലുള്ള ബന്ധം വേർപെടുത്തി. ഈ വിവരമറിഞ്ഞ പെരുമാൾ താൻ കബളിപ്പിക്കപ്പെട്ടതിൽ കോപിഷ്ഠനും ദുഃഖിതനുമായി. രാജാധികാരങ്ങൾ ക്ഷേത്രത്തിലെ പരികർമ്മികൾക്ക് നേരെ പ്രയോഗിക്കാതെ പരമസാത്വികനായ ആ പെരുമാൾ തന്റെ തപസ്സിന്റെയും കർമാനുഷ്ഠാനങ്ങളുടെയും ഫലം ഓവുതാങ്ങിക്കല്ലിൽ സമർപ്പിച്ച ശേഷം ആ ഗ്രാമത്തോട് വിട പറഞ്ഞു. ശിവഭക്തനായ പെരുമാൾ രാജാവിന്റെ കർമ്മഫലം ഓവുതാങ്ങിക്കല്ലിൽ ശിവഭൂതമായി പുനർജനിച്ചു. വേഗം പ്രസാദിക്കുന്നവനും കുട്ടിത്വം വിട്ടുമാറാത്ത സ്വഭാവ വിശേഷങ്ങളോട് കൂടിയവനുമായ ശിവഭൂതമായാണ് ഭക്തജനങ്ങൾ ഉണ്ണിഭൂതത്തെ ആരാധിക്കുന്നത്. കാര്യസാധ്യത്തിന് വേണ്ടി ഉണ്ണിഭൂതത്തിന് വഴിപാട് കഴിക്കുക തേവർക്കുണ്ട്. ആ കൂടെ തേവർക്കും വഴിപാട് വരുമല്ലോ. എന്ത് കഴിക്കുമ്പോഴും ഉണ്ണിഭൂതത്തിൻ്റെ വഴിപാടെന്ന് പറയുന്നത് ഇവിടെ കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ അംശം അവിടെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ 100 ലിറ്ററിന് പാൽപ്പായസം ഉണ്ടെങ്കിലും ഉണ്ണിഭൂതത്തിൻ്റെ പാൽപ്പായസം എന്ന് പറയുന്ന ഒരു ചെറിയ പാത്രമുണ്ട്, അതിനേ ഉള്ളൂ അവിടെ. പക്ഷെ വേണം, അത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കും കൂടെ. അപ്പോൾ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ബഹളം ഉണ്ടാക്കണവരെയൊക്കെ അടിച്ചു ഒതുക്കാൻ ഉണ്ണിഭൂത ആൾ. വടിയാണ് ആയുധം. ഇവിടെയൊക്കെ നടപ്പുണ്ടെന്നാണ്. ഇവിടെ കള്ളന്മാർ ഇതുവരെ കയറിയതായിട്ട് ചരിത്രമില്ല. പലതവണ 1-2 തവണ കള്ളന്മാരെ പിടികൂടിയപ്പോൾ ഇവിടെ അവർ ഇതിൻ്റെ അകത്തോടെയൊക്കെ വന്നപ്പോഴും ഇവിടെ മണിയടിക്കുക എന്നാണ് ഇതിൻ്റെ അവിടെ. ഇവിടെയൊക്കെ മണിയടിച്ച് പിള്ളേരിങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പോൾ അവർക്ക് ഇവിടെ കടക്കാൻ പറ്റിയില്ല. അത് ഉണ്ണിഭൂതമാണെന്നാണ് അവരുടെ പിള്ളേരുടെ വേഷത്തിൽ നടക്കുന്നത്. വടിയാണ്, അടിയാണ് പ്രധാന ജോലി. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവരെ ഉറക്കത്തിൽ വന്ന് ചവിട്ടുക അടിക്കുകയൊക്കെയാണ്. ഇവിടെ കൊണ്ടുവരും എങ്ങനെയെങ്കിലും പിടിച്ച്. അതാണ് ഉണ്ണിഭൂതൻ്റെ ശക്തി. ഉണ്ണിഭൂതത്തിന്റെ അനുഗ്രഹം ലഭിക്കാത്ത മാതാപിതാക്കൾ ഗ്രാമത്തിൽ അപൂർവമാണ്. അനപത്യ ദുഃഖം അനുഭവിച്ച ദമ്പതികൾക്ക് ഉണ്ണിഭൂതത്തോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചതിനാൽ സന്താന സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഉണ്ണിഭൂതം എന്നും കുഞ്ഞുങ്ങളെ കാക്കുന്ന കൺകണ്ട ദൈവമായി ആരാധിക്കപ്പെടുന്നു. ബാലാരിഷ്ടതയിലും കുട്ടികളുടെ രോഗപീഡയിലും മനംനൊന്ന് വിളിച്ചാൽ ഉണ്ണിഭൂതം ഉടൻ പരിഹാരം കാട്ടിത്തരും. ചോറൂണ് കഴിഞ്ഞ് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ആദ്യമായി നടയിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ണിഭൂതത്തിനായി ഒരു മണി നടയിൽ വയ്ക്കുന്ന പതിവുണ്ട്. ഇവിടെ ഒരു പ്രധാന വഴിപാട് കൂടിയാണ് ഇത്. നാളികേരം നടക്കി വയ്ക്കുന്നത് ഉണ്ണിഭൂതത്തിനുള്ള മറ്റൊരു വഴിപാടാണ്. മഞ്ചാടിക്കുരു നടക്കിൽ വയ്ക്കുന്നത് ഉണ്ണിഭൂതത്തിന് ഇഷ്ടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുട്ടിത്തം വിട്ടുമാറാത്ത ഉണ്ണിഭൂതത്തിന് കളിക്കുവാനാണത്രേ ഈ മഞ്ചാടിക്കുരുക്കൾ. തിരുമുഖം, ചന്ദനം ചാർത്തൽ, മുഴുക്കാപ്പ്, തുലാഭാരം തുടങ്ങിയവയും
ഉണ്ണിഭൂതത്തിനുള്ള വഴിപാടുകളാണ്. വൃശ്ചിക മാസത്തിലെ വാരക്കാലത്ത് നടത്തുന്ന മത്തങ്ങാവാരം ഉണ്ണിഭൂതത്തിന്റെ ആണ്ടുവിശേഷമാണ്. മത്തങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ പ്രധാനമായതിനാലാണ് ഇതിന് മത്തങ്ങാവാരം എന്ന പേര് വന്നത്. കുട്ടികളെ ഉണ്ണിഭൂതത്തിന്റെ നടയിൽ അടിമ കിടത്തി ദ്രവ്യം കൊടുത്ത് തിരികെ വാങ്ങുന്ന വഴിപാടും ഇവിടെ സർവ്വസാധാരണമാണ്. ക്ഷേത്രത്തിൽ 2 കൊടിമരമുണ്ട്. ഒന്ന് ബാലനരസിംഹത്തിനും മറ്റൊന്ന് ഉണ്ണിഭൂതത്തിനും. 2 ബാലമൂർത്തികൾക്കും കൊടിമരമുണ്ടായതിനു പിന്നിൽ ഉണ്ണിഭൂതത്തിന്റെ പിടിവാശിയുടെ ഒരു കഥയുണ്ട്. 1992 കൊടിമരം സ്ഥാപിക്കുവാനുള്ള ആലോചനകൾ നടക്കുമ്പോൾ കുട്ടിത്തമുള്ള ഉണ്ണിഭൂതത്തിന് കളിപ്പാട്ടം പോലെ ഒരു കൊടിമരം നിർമ്മിച്ചു കൊടുക്കുവാനാണ് ഭാരവാഹികൾ തീരുമാനിച്ചത്. എന്നാൽ ഉണ്ണിഭൂതത്തിന്റെ ഹിതം അതായിരുന്നില്ല. തനിക്ക് കളിപ്പാട്ടമൊന്നും വേണ്ടെന്നും കൊടിമരം തന്നെ വേണമെന്നും കൊടിമരത്തിന്റെ കണക്കുകൾ തയ്യാറാക്കിയ പ്രമുഖ സ്ഥപതി വേഴപ്പറമ്പ് നമ്പൂതിരിയോട് ഉണ്ണിഭൂതം സ്വപ്നത്തിൽ ആവശ്യപ്പെട്ടുവത്രേ. ദേവന്റെ ഹിതമറിഞ്ഞതോടെ ഭാരവാഹികൾ ഉണ്ണിഭൂതത്തിനും കൊടിമരം സ്ഥാപിച്ചു കൊടുത്തു. 6.25 കോൽ നീളമുള്ള ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലുള്ള കുട്ടിക്കൊടിമരം ഉണ്ണിഭൂതത്തിൻ്റെതാണ്. 28.25 കോൽ നീളമുള്ള കൊടിമരം പെരുന്തൃക്കോവിലപ്പനും സ്ഥാപിക്കപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ കൊടിമരങ്ങൾ ഇവയാണെന്നാണ് നിഗമനം. കൊടിയേറി ഉത്സവം ആരംഭിച്ചതു മുതൽ എഴുന്നള്ളിപ്പിന്റെ കാര്യത്തിലും ഉണ്ണിഭൂതത്തിന് മേൽക്കൈയും മുൻഗണനയും നൽകി വരുന്നുണ്ട്. ഉത്സവകാലത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ കുട്ടിത്തമുള്ളതുകൊണ്ടാകണം വലിയ ആനയും വലിയ തിടമ്പും ഉണ്ണിഭൂതത്തിനായിരിക്കും. വിഷു മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന അങ്കുരാദിയായ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന ഉത്സവം ആറാട്ടോടെ 3-ാം നാളിൽ അവസാനിക്കുന്നു. രാജത്വമുള്ള പെരുന്തൃക്കോവിലപ്പന്റെ ഉത്സവകാലത്തെ പുറത്തെഴുന്നള്ളിപ്പിന് വാളും പരിചയമെടുത്ത് അകമ്പടി സേവിക്കാറുണ്ട്. കുടുംബനാട്ട് കർത്താ കുടുംബത്തിനാണ് ഇന്നും ഇതിനുള്ള അവകാശം. 5 പൂജയും 3 ശീവേലിയുമുള്ള നിത്യപൂജയാണ് പെരുന്തൃക്കോവിലപ്പന്റെ ചിട്ട. ദേവപൂജകൾക്ക് അകമ്പടിയാകുന്ന സോപാന സംഗീതം അതിന്റെ പൂർണ്ണ രൂപത്തിൽ മുമ്പിവിടെ അനുഷ്ഠിക്കപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിലെ പൂജപ്പാട്ടുകളുടെ പതിവ് രീതിയാണിത്. രാമമംഗലം ബാണി എന്നാണ് ഈ രാഗമേള ശൈലി അറിയപ്പെടുന്നത്. വിശദമായ സോപാന സംഗീതാലാപനം ക്ഷേത്രത്തിൽ ഇന്ന് പതിവില്ലെങ്കിലും പഴയ പാരമ്പര്യം ഒരാചാരരൂപത്തിൽ ഇന്നും ഇവിടെ കാണാം. നിത്യപൂജയുടെ ഭാഗമായി തിരുമുറ്റത്തും മതിൽക്കകത്തുമുള്ള പരിവാരങ്ങൾക്ക് എഴുന്നള്ളത്തോടുകൂടിയ ശ്രീബലി ഒരു പതിവാണ്. ദേവനെ ശ്രീലകത്തു നിന്നും പുറത്തേക്ക് എഴുന്നള്ളിക്കുവാൻ വിധിച്ചിരിക്കുന്ന പരുഷവാദ്യ വിശേഷം ഒരു പ്രത്യേക മേളമായി രാമമംഗലത്ത് നിലനിന്നിരുന്നു.